بسم الله الرحمن الرحيم. باب قول النبي صلى الله عليه وسلم اللهم علمه الكتاب. وبه قال الشيخ الإمام الحافظ أبو عبد الله محمد بن إسماعيل البخاري رضي الله عنه حدثنا أبو معمر قال حدثنا عبد الوارث قال حدثنا خالد عن إكرمة عن ابن عباس رضي الله عنهما وعنهم أنه قال ضمني رسول الله صلى الله عليه وسلم وقال اللهم علمه الكتاب. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി കിതാബുൽ ഇൽമിൽ അതിപ്രധാനപ്പെട്ട ഒരു ബാബാണ് പറഞ്ഞിട്ടുള്ളത്. തൊട്ട് മുമ്പത്തെ ബാബിൽ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഹുർർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവും തമ്മിൽ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സ്വാഹിബിൻ്റെ വിഷയത്തിൽ അത് ആരാണ് എന്ന വിഷയത്തിൽ രണ്ടാളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമായപ്പോൾ ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അവിടെ വരികയും ആ വിഷയവുമായി ചോദിക്കുകയും ചെയ്തപ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് ശരിയെന്ന് ഹദീസ് കൊണ്ട് ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പം ഇബ്നു അബ്ബാസ് തങ്ങൾ ഇങ്ങനെ ഇൽമിൻ്റെ വിഷയത്തിൽ എല്ലാ വിഷയത്തിലും അവർ പറഞ്ഞത് ഉയർന്നു നിൽക്കും, അതായിരിക്കും അവിടെ ഹക്ക് എന്ന് വരുത്താൻ അതിനുള്ള കാരണമെന്ത്? അതാണ് ഇബ്നു അബ്ബാസ് തങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഇവിടെ ഈ ബാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വിശദീകരിക്കല. ബാബു ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൗല് വിശദീകരിക്കുന്ന ബാബ്. എന്താണ് ഖൗല്? അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്. ഇവിടെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൗല് എന്ന് പറഞ്ഞിട്ടാണ് ബാബ്. പിന്നെ അല്ലാഹുമ്മ അല്ലിംഹു എന്നോർത്തുള്ള ഹൂൻ്റെ മർജിഇലൈഹി, അത് ഏതെങ്കിലും ഒരാൾക്ക് അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നവർക്കും ഒക്കെ എന്നൊക്കെ അർത്ഥം വെച്ച ആളുകളുണ്ട്. അത് അതിൻ്റെ മുമ്പുള്ള നബിൻ്റെ കൗലാണ് വിശദീകരിക്കുന്നത് തിരിയാത്തതുകൊണ്ടാണ് അത് മഖൂലാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ള ആ വാക്ക് എവിടെ ഉപയോഗിച്ചോ അവിടേക്ക് തന്നെ ളമീർ മടങ്ങണം. അതിൻ്റെ ഇശാരിയായ അർത്ഥങ്ങൾ വേറെ പലതും ഉണ്ടാവാം. അല്ലാഹുമ്മ അല്ലാഹുവേ അല്ലിംഹു, ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് നീ പഠിപ്പിച്ചു കൊടുക്കണേ അൽ കിതാബ, ആ പരിശുദ്ധമായ കിതാബ്. അൽ കിതാബ് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ്റെ പേരാണ്. അൽ കിതാബ് കൊലപത്ത് കൊണ്ട് അലമായതാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. അൽ കിതാബ് എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആനാണ്. അപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവർകളോട് വിശദീകരിക്കലുണ്ട്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു, മഹാനവർകളെ തൊട്ട് എഴുതി വെച്ച ചെറിയ കുറിപ്പുകളേ ഉള്ളൂ. അങ്ങനെ ധാരാളം തഹ്ഖീഖുകൾ പറഞ്ഞിരുന്നു. അവർ പരിശുദ്ധ ബുഖാരിക്ക് ശറഹ് എഴുതാൻ തുടങ്ങിയും ചെയ്തിരുന്നു. ആ ശറഹ് എവിടെയാണെന്ന് അറിയപ്പെടുന്നില്ല. നമുക്ക് ഈ സമുദായത്തിന് ശംസുലമൻ്റെ ശേഷമുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ട ഒന്ന് അവരുടെ ഈ ബുഖാരിയുടെ ശറഹ് പൂർത്തിയാക്കാൻ ആക്കിത്തരാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മളെ ഭാഗ്യക്കുറവാണ്. ശൈഖുനാൻ്റെ ക്ലാസ്സുകളിൽ അത് വളരെ വ്യക്തമായിരുന്നു. അത് പൂർണ്ണമായി എഴുതി വെച്ചവരും ഓർമ്മയുള്ളവരും വളരെ കുറവുമായി. ഈ ശൈഖുന ഈ പറയുന്ന ശറഹ് അധിക ആളുകളും അത് പറഞ്ഞു കാണുന്നില്ല. ശാരീങ്ങൾ മഹാനവറുകളുടെ ബുദ്ധിയും ചിന്തയും അത്രയും വലുതായിട്ടൊരു ബാബാണ് ഇമാം ബുഖാരി ഇട്ടത്.
എന്താണ് ഈ ബാബ് കൊണ്ട് ഇമാം ബുഖാരി ഉദ്ദേശിച്ചത്? ശൈഖുന പറയാണ്, ഈ ഹദീസിലുണ്ട് വമ്മനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഖാല അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്. ഈ ബാബ് കൊണ്ട് ഇമാം ബുഖാരി ഉദ്ദേശിക്കുന്നത് പരിശുദ്ധമായ ഇൽമ്. അത് നമ്മൾ ഇൽമിൻ്റെ ബാബിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇൽമ് എന്ന് പറഞ്ഞാൽ ഏതാണ് എന്ന് പറയുന്നത്, ആ പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഇൽമ് അത് കരസ്ഥമാവണമെങ്കിൽ മഹാന്മാരുടെ ദുആ വേണം. സ്വാലിഹീങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുകയും വേണം. ഈ ഇൽമ് പഠിക്കുന്ന ആള് എത്ര വലിയ ബുദ്ധിമാനാണെങ്കിലും, ഏത് പരീക്ഷകളിലും അവൻ എല്ലാ വിഷയത്തിലും 100% മാർക്ക് വാങ്ങുന്നവരാണെങ്കിലും, ബുദ്ധി കൂർമ്മയുള്ളവരാണെങ്കിലും, മഹാന്മാരുമായുള്ള ബന്ധവും ഗുരുക്കളുടെ ദുആയും ലഭിക്കണം. അവൻ ഈ ബുദ്ധിയുടെ വിഷയത്തിൽ അങ്ങേ അറ്റമെത്തിയ ബുദ്ധി രാക്ഷസനാണെങ്കിലും ശരി. കാരണം ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ സ്വഹാബത്തിൽ വെച്ച് വലിയ ആഖിലായിരുന്നു, എല്ലാ വിഷയത്തിലും കാമിലുമായിരുന്നു. അതോടുകൂടെ മഹാനവറുകൾക്ക് ഇൽമു ലഭിക്കാൻ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ദുആ ചെയ്തു കൊടുത്തു. ആ കൂട്ടിപ്പിടിയും ദുആയുമാണ് ഇബ്നു അബ്ബാസ് തങ്ങളെ ലോകത്ത് ഏറ്റവും ഉയർന്നവരാക്കിയത്. ഹിബ്റുൽ ഉമ്മ അവരുടെ പേരാണത്. തർജുമാനുൽ ഖുർആൻ, റഈസുൽ മുഫസ്സിരീൻ. ഈ പേരിനെല്ലാം ഇതുപോലെയുള്ള ധാരാളം പേരുകൾ അവർക്കുണ്ട്. അത് ലഭിച്ചത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ദുആ കൊണ്ടാണ്. അപ്പോൾ കിതാബുകൾ മുത്താലഅ ചെയ്യൽ കൊണ്ടോ, ഗവേഷണങ്ങൾ നടത്തൽ കൊണ്ടോ, അല്ലെങ്കിൽ ബുദ്ധി കൂർമ്മത കൊണ്ടോ ഒരു കാരണവശാലും ഒരാൾക്കും ബുദ്ധി ഇൽമു ലഭിക്കുന്നതല്ല. കാരണം ബഹുമാനപ്പെട്ട ഇമാം വക്കീർ റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിനോട് പറഞ്ഞ മാതിരി പരിശുദ്ധ ഇൽമ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നൂറാണ്. ഫഇന്നൽ ഇൽമ നൂറുല്ലാഹി ഹഖ്ഖാ വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസി. അത് ആശിക്ക് കിട്ടൂല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നൂറാണ്. ആ നൂറ് ലഭിക്കണമെങ്കിൽ അത് പഠിച്ചെടുക്കുക തന്നെ വേണം. വലിയ വലിയ മഹാന്മാരായ ഗുരുത്വമുള്ള ഗുരുവിൻ്റെ വക്കൽ നിന്ന് പഠിച്ചെടുക്കണം. ആ ഗുരുവിൻ്റെ ദുആയും ലഭിക്കണം. കാരണം ഇൽമ് എന്ന് പറയുന്നത് അല്ലാഹു തആല അവൻ്റെ പടപ്പുകളിൽ നിന്ന് അല്ലാഹു തെരഞ്ഞെടുക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു അത് ഫയലാൻ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പം അതിൻ്റെ അസ്ബാബുമായി ബന്ധപ്പെടുകയും ഗുരുവിനെ തൃപ്തിയാക്കുകയും ഗുരുവിൻ്റെ വക്കൽ നിന്ന് ദുആയും ലഭിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അത് മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് അത് ചൊരിച്ചു കൊടുക്കും, ഫയലാനാക്കി കൊടുക്കും. എല്ലാത്ത അയോഗ്യനാണെന്ന് അല്ലാഹു തിരഞ്ഞെടുക്കാത്തവർ, അവർക്ക് ചിലപ്പോൾ കേട്ടറിവ് അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് മുത്താല അറിവ് അല്ലെങ്കിൽ മഹാന്മാരുടെ സദസ്സിൽ പോയിരുന്നിട്ട് അറിവുകൾ ലഭിച്ചിരിക്കും. പക്ഷേ അത് നാഫിയായ ഇൽമാവുകയില്ല. അത് അവരെ അവസാനം അല്ലാഹു നിഷേധിക്കലിലേക്കോ അല്ലെങ്കിൽ ബിദ്അത്തിലേക്കോ അല്ലെങ്കിൽ ഫിസ്കിലേക്കോ കുഫ്രിലേക്കോ അവരുടെ ഇൽമ് അവരെ നയിക്കും. ഗുരുത്വമില്ലാത്ത ഇൽമായി കഴിഞ്ഞാൽ, ഗുരുത്വമുള്ള ഇൽമു ലഭിക്കണമെങ്കിൽ അസ്ബാബുമായി ബന്ധപ്പെടലോട് കൂടെ ഗുരുവിനെ തൃപ്തിയാക്കി അവർ മനസ്സറിഞ്ഞ് ദുആ ചെയ്തു കൊടുക്കുമ്പോഴാണ് ആ ഇൽമു ലഭിക്കുക. ചരിത്രം അതിനിക്ക് സാക്ഷിയാണ്. എത്ര ആളുകളുണ്ട് വലിയ വലിയ പണ്ഡിതന്മാരായിട്ടുള്ളവർ, എല്ലാ വിഷയത്തിലും പ്രാവീണ്യം നേടിയവർ. പക്ഷെ അവർ അവസാനം പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും.
ഇവിടെയാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ സംസുരമായി പറഞ്ഞത്, ഇബ്നു സീന എന്ന ആ ലക്ഷണം കെട്ടവൻ അവനിക്ക് വലിയ ബുദ്ധിയായിരുന്നു, ബുദ്ധി കൂർമ്മതയുള്ളവനായിരുന്നു. അവൻ്റെ വാദം തന്നെ എൻ്റെ ഇൽമുകളെല്ലാം ഞാൻ സ്വയം പഠിച്ചെടുത്തതാണ്, എനിക്ക് ഗുരുക്കളില്ല. അവനാരായി മാറിയത്? പരിശുദ്ധാത്മാക്കളായ അമ്പിയാക്കളെ നിഷേധിച്ചു. അവൻ്റെ വാദമെന്താ? നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ ബുദ്ധിയാണ് വേണ്ടത്, എനിക്ക് അതിനേക്കുള്ള ബുദ്ധിയുണ്ട്, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും, അതുകൊണ്ട് തന്നെ എനിക്ക് പ്രവാചകന്റെ ആവശ്യമില്ല. വേണ്ടതുപോലെ ബുദ്ധി കൂർമ്മത ഇല്ലാത്തവർക്കാണ് ഒരു പ്രവാചകൻ മുഖേന അള്ളാഹു മനസ്സിലാക്കേണ്ടതുള്ളൂ, എനിക്ക് അങ്ങനത്തെ പ്രവാചകരെ ആവശ്യമില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവനിലേക്ക് ദഅവത്ത് ആവശ്യമില്ല എന്ന് പറഞ്ഞു റസൂലുള്ളാഹിനെ അംഗീകരിച്ചില്ല. അതാണ് മഹാന്മാരായ നമ്മുടെ ശുറാഹ് മുസന്നിഫീങ്ങളുടെ കിതാബിൽ എഴുതിയത്, ഇബ്നു സീന അവൻ കാഫിറായി ചത്തവനാണ്, അവൻ നരകത്തിൻ്റെ അവകാശിയാണ്, നബി തങ്ങളെ അംഗീകരിക്കാത്തവൻ ഇങ്ങനെ മുസ്ലിമാകും, പരസ്യമായി നബി തങ്ങളെ നിന്ദിച്ചവനാണത്. ഈ വിഷയം പറയുമ്പോഴാണ് സംസുലമായി തങ്ങൾ ആ വിഷയം അവിടെ പറഞ്ഞത്. ഇബ്നു സീനനെ മുസ്ലിം നേതാവായി ചിത്രീകരിക്കുന്നവരുണ്ട്, അവൻ്റെ ചരിത്രം അറിയാത്തത് കൊണ്ടാണ്. അവൻ്റെ ചരിത്രം, അവൻ മുസ്ലിമല്ല, ജനിച്ചത് തന്നെ ഷിയ കുടുംബത്തിലും ഷിയായിട്ടുമാണ്. പിന്നീട് ഷിയായിസത്തിൽ നിന്നും പോയി അള്ളാഹുവിൻ്റെ റസൂലിന് ആവശ്യമില്ല അള്ളാഹുവിനെ മനസ്സിലാക്കാൻ. പക്ഷെ അവൻ ഹാഫിദുൽ ഖുർആനായിരുന്നു. അതോടുകൂടെ മുഴു സമയം കള്ളുകുടിയനുമായിരുന്നു. അവൻ ഏത് വിഷയത്തെ പറ്റി ചിന്തിക്കുമ്പോഴും അതിനിക്ക് ചിന്താശക്തി കിട്ടാൻ അവൻ കള്ളു കുടിക്കുന്നവനായിരുന്നു. അവസാനം ഒരു നിലക്കും ശിഫയാവാത്ത മാറാവ്യാധി രോഗം പിടിപെട്ടപ്പോ അവൻ കള്ളുകൂടി നിർത്തി ഖുർആൻ ഓതി അള്ളാഹുമായി അടുത്തിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ അപ്പോഴും റസൂലുള്ളാഹിനെ അവൻ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവൻ്റെ മരണശേഷം പല മഹാന്മാരും അവന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ സ്വപ്നത്തിൽ കണ്ടു. അവർ ചോദിച്ചു, ഇബ്നു സീനനെ തങ്ങൾ എന്ത് ചെയ്തു? തങ്ങൾ പറഞ്ഞു, ഞാൻ അവനെ നരകത്തിലേക്ക് തള്ളി, കാരണം അവൻ എന്നെ അംഗീകരിച്ചവനല്ല. എന്നെ അംഗീകരിക്കാത്തവനിക്ക് സ്വർഗത്തിൽ ഇടമില്ല. മശായിഖന്മാരെ ഗുരുത്വമാണ് അവരുടെ വക്കൽ നിന്ന് ദുആ ലഭിക്കാനുള്ള കാരണം. ഈ ഹദീസിൽ തന്നെ മഹാന്മാരായ ശുറാഹ് മുഴുവനും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് ഈ ദുആ ചെയ്തു കൊടുക്കാനുള്ള കാരണം, ഇമാം ബുഖാരി തന്നെ അവരുടെ ത്വഹാറത്തിന്റെ ബാബിൽ വിഷയം വരുന്നുണ്ട്. ഫത്വൽ ബാരി പറയുന്നത് എങ്ങനെ? ബയ്യനൽ മുസന്നിഫ് ഫീ കിതാബി ത്വഹാറ മിൻ ത്വരീഖി ഉബൈദില്ലാഹി ഇബ്നു അബി യസീദ അൻ ഇബ്നു അബ്ബാസിൻ സബബ ഹാദ ദുആ. ഈ ദുആ നബി തങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള കാരണം ഇമാം ബുഖാരി കിതാബ് ത്വഹാറത്തിൽ സ്വീകരിക്കുന്നുണ്ട്. ودخل النبي صلى الله عليه وسلم الخلاء فوضعت له وضوءا. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖലായിൽ പ്രവേശിച്ചു. ഞാൻ നബി തങ്ങൾക്ക് ശുദ്ധിയാക്കാനുള്ള വെള്ളം വെച്ച് കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖലായിൽ നിന്ന് പുറത്തു വന്നപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, മൻ വളഅ ഹാദാ, ആരാണ് ഈ വെള്ളം വെച്ചത്? അത് പല റിവായത്തുകളിലും പലപ്പോഴും ആ സംഭവം വന്നിട്ടുണ്ട്. ചിലപ്പോൾ അതിനേക്ക് മറുപടി പറഞ്ഞത് സ്വഹാബത്താണ്, അത് ഇബ്നു അബ്ബാസ് തങ്ങളാണെന്ന് പറഞ്ഞു. ഒരു ദിവസം മൈമൂന റളിയല്ലാഹു അൻഹയുടെ രാത്രിയിൽ നബി തങ്ങൾ രാപ്പാർത്തപ്പോഴും ഇതേ സംഭവം ഉണ്ടായി. മൈമൂന റളിയല്ലാഹു അൻഹ വിശദീകരിച്ചു കൊടുത്തു, അത് ഇബ്നു അബ്ബാസ് തങ്ങളാണ്. ഈ സമയത്തെല്ലാം നബി തങ്ങൾ ദുആ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ ഖാദിമായി
ശിഷ്യന്മാർ നിൽക്കുമ്പോഴാണ് അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞും കൊണ്ട് ഗുരുവിൻ്റെ ദുആ കിട്ടുക. ആ ദുആ കിട്ടലാണ് അവരുടെ ഉയർച്ചക്കുള്ള കാരണം. ഇതാണ് ഈ ബാബ് കിതാബുൽ ഇൽമിൽ ഈ ബാബ് കൊണ്ടുവന്നതിൻ്റെ ഇമാം ബുഖാരിയുടെ ലക്ഷ്യം. ബഹുമാനപ്പെട്ട ശൈഖുനാ സംശുരമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വനഫഅനാ ബിഉലൂമി അവർ ഈ വിഷയം വളരെ വ്യക്തമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം ബാബു ഖൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്, അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ് എന്ന ബാബിനെ വിശദീകരിക്കുന്ന ഖൗലിനെ വിശദീകരിക്കുന്ന ബാബാകുന്നു. വബിഹി ഖാല ഹദ്ദസനാ അബൂ മഅ്മരിൻ ഖാല ഹദ്ദസനാ അബ്ദുൽ വാരിസി ഖാല ഹദ്ദസനാ ഖാലിദുൻ അൻ ഇക്രിമത അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വഅൻഹും أنه قال ضمني رسول الله صلى الله عليه وسلم وقال اللهم علمه الكتاب. ഈ സനദിലുള്ള റാവികൾ 5 പേരാണ്. ഒന്ന് അബൂ മഅ്മർ ബിഫത്ഹിൽ മീമൈൻ, അബൂ മഅ്മർ, അവരുടെ പേര് അബൂ മഅ്മർ വിളിപ്പേരാണ്. അബ്ദുല്ലാഹിബിന് അംറുബിന് അബിൽ ഹജ്ജാജ് എന്നാണ് പേര്, പൂർണ്ണ പേര്. ബസരിയാണ്. അവരെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മുഖ്അദ്. അവരുടെ ചരിത്രകാരന്മാരെല്ലാം അബൂ മഅ്മർ അൽ മുഖ്അദ് എന്ന പേരിലാണ്, അവരുടെ ലഖബൽബാണ് അൽ മുഖ്അദ് എന്ന് പറയുന്നത്. മുഖ്അദ് എന്ന് പറയാനുള്ള കാരണം അവർക്ക് കാൽമുട്ട് വേദന കൂടുതലുണ്ടായതിൻ്റെ പേരിൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുഖ്അദ്, ഇരുത്തപ്പെട്ടവർ, എഴുന്ന് നടക്കാൻ പറ്റാത്ത ആള്. അത് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേരാണ്, ദമ്മായി പറയുന്നതല്ല. അൽ ഹാഫിളു അൽ ഹുജ്ജത്തു, അവർ ഹാഫിളുമാണ്, 1,00,000 അതിൽ കൂടുതൽ ഹദീസ് മനപ്പാടുള്ളവർക്കുള്ള ഹുജ്ജത്ത് എന്ന് പറയാം. ഒക്കെ മുഖദ്ദിമയിൽ നാം വിശദീകരിച്ചിട്ടുണ്ട്. അവരുടെ ഉസ്താദന്മാരായിട്ട് ഈ സനദിൽ തന്നെ ഒന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ വാരിസ് എന്നവരുണ്ട്, ദറാവർദിണ്ട്, ഇങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട്. അവരുടെ ശിഷ്യന്മാരായിട്ട് അബൂ ഹാത്തിമിൻ റാസി ഉണ്ട്, ബുഖാരി ഉണ്ട്, അബൂ ദാവൂദ്, തുർമുദി, നസായി, ഇങ്ങനെയുള്ളവരൊക്കെ അവർ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം നേരിട്ട് ഗുരു ബന്ധമില്ല, വേറൊരാൾ മുഖേനയാണ്, ഗുരുവിൻ്റെ ഗുരുവാണ് അബൂ മഅ്മർ എന്നവർ. അവർ സിഖത്താണ്, ആഖിലാണ്. പിന്നെ ശിഹാബ് സിത്തൻ്റെ ബുഖാരി, അബൂദാവൂദ്, തുർമുദി, നസായി ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ പറ്റി സിഖത്താണെന്ന് പറയലിലേക്ക് അർത്ഥമില്ല, മഹാനാണ്. അവരുടെ വഫാത്തുള്ളത് 227-ലാണ്. രണ്ടാമത്തെ റാവി. പിന്നെ ഇവരെ പറ്റിയൊക്കെ ചില ആളുകൾ മുബ്തദിയാണ്, മറ്റൊരാൾ പറയും. അതിൻ്റെ അർത്ഥം അവർക്ക് അത് തിരിയാത്തോണ്ട് അങ്ങനെ പറയാണ് എന്നാണ്. മഹാന്മാരായ മുസന്നിഫീങ്ങൾ, ബഹുമാനപ്പെട്ട ബുഖാരിയെ പോലെയുള്ള ശിഹാബ് സിത്തൻ്റെ ഇമാമിങ്ങൾ പോലെയുള്ളവർ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഉള്ളു പരിശോധിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പറയേണ്ട ആവശ്യമില്ല. മഹാന്മാരാണ് അവർ, തവസ്സുലാക്കാൻ പറ്റിയവരാണ്. രണ്ടാമത്തത് അബൂ മഅ്മർ എന്നവരുടെ ഉസ്താദായ അബ്ദുൽ വാരിസ് ഇബ്നു സഈദ് ഇബ്നു ദക്വാൻ. അവർ തമീമിയാണ്, അംബരിയാണ്, അബൂ അബ്ദില്ല എന്നാണ് അവരെ വിളിക്കൽ, അൽ ബസരി. അവര് അയ്യൂബ് സുഖ്തിയാനിയെ തൊട്ടും അതുപോലെയുള്ള മഹാന്മാരെ തൊട്ടും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഖാലിദുൽ ഹദാൻ ഉസ്താദ്, അവരും സിഖത്താണ്, ഹുജ്ജത്താണ്. ബസറയിൽ 25 വഫാത്തായിട്ടുള്ളത് മുഹറം മാസത്തിൽ ഹിജ്റ 180-ൽ. ശിഷ്യന്മാരായിട്ട് ധാരാളം ആളുകളുണ്ട്. മൂന്നാമത്തെ റാവി ഖാലിദ് ബിൻ മഹ്റാൻ അൽ ഹദ്ദാദ് അബുൽ മുനാസിൽ ബിളമ്മിൽ മീമി, അബുൽ മുനാസിൽ. വളരെ പ്രധാനപ്പെട്ട ആളാണ്. ഖാലിദ് ബിൻ മഹ്റാൻ അബുൽ മുനാസിൽ. അവിടെ മനാസിൽ എന്നും പറഞ്ഞ ഒറ്റപ്പെട്ട ആളുകളുണ്ട്. മുഹമ്മദ് ബിൻ സയ്യിദ് എന്നവർ പറയാണ് ഹുവ മൗലൻ ഇബ്നു അബ്ദില്ലാഹി ആമിർ ബിൻ ഖുറൈസിൽ ഖുറശി. അബൂ അബ്ദില്ലാഹി ആമിർ ബിൻ ഖുറൈസ് എന്ന് പറയുന്നവരുടെ മൗലയായിരുന്നു, അടിമയായിരുന്നു.
ഖാലിദുനിൽ ഹദ്ദാഗ് എന്ന് പറയുന്ന ആള് ചെരുപ്പ് കുത്തിയല്ല. ഹദ്ദാഗ് ഹദ്ദാഗ് ചെരുപ്പ് കുത്തി. പക്ഷേ ചെരുപ്പ് കുത്തികൾ അവർക്ക് കൂട്ടുകാരുണ്ടായിരുന്നു. അവിടെ അടുത്ത് പോയിരിക്കും. ചെരുപ്പ് കുത്താൻ വേണ്ടി ആളുകൾ വരുമ്പോൾ, ചെരുപ്പ് നിർമ്മിക്കാൻ വേണ്ടി കൈ കൊണ്ട് ഹാൻഡ്മെയ്ഡ് ചെരുപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ആളുകൾ വരുമ്പോൾ അവരോട് മറ്റുള്ള ചെരുപ്പുത്തുള്ള അടുത്തിരുന്നിട്ട് അവർ പറഞ്ഞു കൊടുക്കും. സഹോദരന്മാർ കൂട്ടുകാരെ അടുത്തിരുന്നിട്ട് പറഞ്ഞു കൊടുക്കും വരുന്ന കസ്റ്റമർമാരോട്, ഈ നിരക്കുണ്ടാക്കിക്കോളി, ഇത് നല്ല മോഡലാണ്. അങ്ങനെ ചെരുപ്പുത്തികളുമായി കൂടുതൽ സഹകരിച്ചത് കൊണ്ടും അവരെടുത്തുനിന്നുകൊണ്ട് സംസാരിക്കുന്നത് കൊണ്ടും ഹദീസ് റിപ്പോർട്ട് ചെയ്യാത്ത സമയത്തൊക്കെ അവിടെ ഉണ്ടാകുക. കാരണം വലിയ അടുത്ത കൂട്ടുകാർ അവരാണ്. വേറെ സംഭവം കൂടിയുണ്ട് ഹദ്ദാഗ് പറയാൻ. എന്താ, അവർ പുതിയാപ്പിള പോകുമ്പോൾ കൂടുതൽ പേരും ചെരുപ്പുത്തികളായിരുന്നു എന്നാ. അങ്ങനെയാണ് മൂപ്പർക്ക് ഹദ്ദാഗ് എന്ന് പേരിട്ടിയത്. അവർ ഒരു ചെരുപ്പ് പോലും കുത്തിയിട്ടില്ല, തുന്നിയിട്ടില്ല എന്നാ പറഞ്ഞത്. ഇന്നഹു യുക്കാലു ഇന്നഹു മാഹദാ നഅലൻ ഖത്തു, തീരെ ചെരുപ്പുത്താത്ത ആളാണ്. വഇന്നമാ കാന യജ്ലിസു ഇലാ സ്വദീഖിൻ ലഹു ഹദ്ദാ, ഒരു ചെരുപ്പുത്തിയായ കൂട്ടുകാരൻ്റെ അടുത്ത് പോയിരിക്കുമ്പോൾ അങ്ങനെ കിട്ടിയ പേരാണ്. വേറെ അഭിപ്രായം, പുതിയാപ്പിള പോയ അന്നാണ് ആ പേര് കിട്ടിയത്. അവർ താബിഈയാണ്. ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ അവർ കണ്ടിട്ടുണ്ട്. അബൂ ഹാത്തിം റാസി പറയുന്നത് യുക്തബു ഹദീസുഹു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തതോട് കൂടെ തന്നെ മറ്റുള്ള ചർച്ചകൾക്കൊന്നും പ്രസക്തിയില്ല. അവരുടെ വഫാത്തുള്ളത് ഹിജ്റ 141. നാലാമത്തെ റാവി ബഹുമാനപ്പെട്ട ഇക്രിമ റളിയല്ലാഹു അൻഹു, മൗല അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലയാണ്, അടിമയാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് വരേക്കും അവർ അടിമ തന്നെയായിരുന്നു. വഫാത്തായതിൻ്റെ ശേഷം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ അലി ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവർക്കാണ് അവരുടെ ഇക്രിമയെ ഓഹരിയിൽ ലഭിച്ചത്. അലി എന്നവർ അവരെ വലിയ വിലക്ക് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ യസീദിൻ്റെ മകനിക്ക് വിറ്റു. വലിയ വിലക്കാണ് വിറ്റത്. 400 ദീനാറിനാണ് വിറ്റത്. ഇന്നത്തെ കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം 200 പവൻ സ്വർണത്തിനിക്ക്. പക്ഷേ ആളുകൾ പറഞ്ഞു, നിങ്ങളുടെ പിതാവിൻ്റെ ഇൽമിനെ നിങ്ങൾ ഇത്രയും കുറഞ്ഞ വിലക്ക് വിൽക്കുകയോ? അപ്പം എന്ത് ചെയ്തു? വിറ്റ് കൊടുത്തുനിന്ന് അവരോട് സംസാരിച്ചു, കച്ചവടം ഒഴിവായി. അങ്ങനെ എട്ടുക്ക് ചെല്ലി വിട്ടു. വകാന മിനൽ ഉലമായി ഫീ സമാനിഹി ബിൽ ഇൽമി വൽ ഖുർആൻ, മഹാനവറുകൾ എല്ലാവിധ ഇൽമിലും പരിശുദ്ധ ഖുർആൻ, തഫ്സീർ, ആ വിഷയത്തിൽ സീറയിൽ എല്ലാ വിഷയത്തിലും വലിയ പണ്ഡിതനായിരുന്നു. താബീങ്ങളിൽ നിന്ന് ഹിബ്റുൽ ഉമ്മ എന്ന് പേരുള്ള ആളാണ്. ബഹുമാനപ്പെട്ട ഇമാം ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഓരോ കാലത്തും ഓരോരോ ഹിബ്റുണ്ടാകും. സ്വഹാബത്തിൻ്റെ കാലത്തിൽ ഹിബ്റുൽ ഉമ്മ ഇബ്നു അബ്ബാസ് ആണെങ്കിൽ, താബീങ്ങളുടെ കാലത്ത് ഹിബ്റുൽ ഉമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത് ബഹ്റുൽ ഉമ്മ എന്നൊക്കെ പേരുണ്ട്. അത് ഇക്രിമ റളിയല്ലാഹു അൻഹുവാണ്. ബഹുമാനപ്പെട്ട ഇക്രിമ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് ആഫ്രിക്കയിലെ, നോർത്ത് ആഫ്രിക്കയിലെ ബർബർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്നാണ് മൂപ്പര് മഹാനവറുകളെ അടിമയായി പിടിച്ചു കൊണ്ടുവന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എനിക്ക് മറ്റൊരാൾ ഹദിയായി ലഭിക്കുന്നത്. മഹാനവറുകൾ ജനിക്കുന്നത് ഹിജ്റ 25, വഫാത്ത് ഹിജ്റ 105. 60ഓളം സ്വഹാബികളെ അവർ കണ്ടെത്തിക്കുകയും ധാരാളം സ്വഹാബികളൊക്കെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മഹാനവറുകളെ തൊട്ട് താബിഈങ്ങളിൽ നിന്നുള്ള മഹാന്മാരായ 70ഓളം താബിഈങ്ങളെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. താബിങ്ങൾ പറയും വേണ്ട.
ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു, ഇക്രിമ റളിയല്ലാഹു അൻഹു ആ ബസറയിലുണ്ടാകുന്ന കാലത്ത്, അല്ലെങ്കിൽ ഹസൻ ബസരിയുടെ സമീപത്ത് പ്രദേശത്ത് ഉണ്ടാകുന്ന കാലത്ത് തഫ്സീറിനെ പറ്റി ആര് ചോദിച്ചാലും അതൊക്കെ നിങ്ങൾ ഇക്രിമയോട് പോയി ചോദിച്ചോളി. എന്ത് ഫത്വ ചോദിച്ചാലും അതിവിടെ ഇക്രിമുണ്ട് ഉപ്പരോടാണ് ചോദിക്കേണ്ടത് എന്ന് പറയുമായിരുന്നു ഹസൻ ബസരി. സയ്യിദു താബിഈനാണ്. പക്ഷെ ഹസൻ ബസരി പോലും ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ മസ്അല പറയാൻ ധൈര്യപ്പെടലില്ല. അത് അവരോട് ഏൽപ്പിക്കും, അവരെടുത്ത് പോയി പറഞ്ഞു ചോദിച്ചോളി. ഉസ്മാൻ ഇബ്നു ഹക്കീം എന്ന മഹാൻ പറയാണ്, ഞാൻ ഒരു ദിവസം അബൂ ഉമാമത്ത് ഇബ്നു സഹീൽ ഇബ്നു ഹനീഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തിരിക്കുകയായിരുന്നു, അബൂ ഉമാമൻ്റെ അടുക്കലേക്ക്. ആ സമയത്ത് ഇക്രിമ റളിയല്ലാഹു അൻഹു വന്നു. അപ്പോൾ ഉസ്മാൻ എന്നവർ ചോദിച്ചു, യാ അബാ ഉമാമ ഉദ്കുരില്ലാഹ്, അള്ളാഹനെ ഓർക്കണേ. എന്നിട്ട് പറഞ്ഞിട്ട് ചോദിക്കാൻ, ഹൽ സമീഅത ഇബ്നു അബ്ബാസ് യഖൂലു മാ ഹദ്ദസകും ഇക്രിമ അന്നി ഫസദ്ദിഖൂഹു. ഇബ്നു അബ്ബാസ് തങ്ങൾ ഇങ്ങനൊരു വാക്ക് പറഞ്ഞിക്കണോ, നിങ്ങൾ കേട്ടിരിക്കുന്നോ? ഇക്രിമ എന്നെ തൊട്ട് എന്ത് ഹദീസ് പറഞ്ഞാലും, എന്നെ തൊട്ട് നക്കലായി എന്ത് പറഞ്ഞാലും, എൻ്റെ തഫ്സീറുകൾ, എൻ്റെ ഹദീസുകൾ, എൻ്റെ മൗഖൂഫായ ഹദീസാരും മർഫൂആയ ഹദീസാരും ഖുർആൻ്റെ വ്യാഖ്യാനങ്ങളാലും ഇക്രിമ നിങ്ങളോട് എന്ത് തന്നെ ഹദീസ് പറഞ്ഞാലും അത് നിങ്ങൾ ശരിക്കും വാസ്തവമാക്കണം. കാരണം ഫഇന്നഹു ലം യക്ദിബ് അലൈഹാ, അവൻ എൻ്റെ പേരിൽ കളവ് പറയില്ല. അപ്പോൾ അബൂ ഉമാമ എന്താ, നഅം. സിയറു അഅ്ലാമുൻ നുബലാരും പല ചരിത്രം പറഞ്ഞോടത്ത് മുഴുവനും അത് പറയുന്നുണ്ട്. മാത്രവുമല്ല, ബഹുമാനപ്പെട്ട ഇക്രിമ റളിയല്ലാഹു അൻഹു ധാരാളമായി ഇബ്നു അബ്ബാസ് തങ്ങൾ ഇക്രിമയെ പഠിപ്പിക്കാനായി, കാരണം നല്ല ബുദ്ധിയും തൻ്റെ ഇടവുമുള്ളവരാണ്, ഓർമ്മശക്തിയുള്ളവരാണ്. അതോടുകൂടി അവർക്കൊരു സ്വഭാവമുണ്ട്, നാട് കറങ്ങുക എന്നുള്ളവർക്കൊരു ഹോബിയാണ്. അപ്പോൾ ചാൻസ് കിട്ടിയാൽ പുറത്തിറങ്ങിപ്പോവും. അതിന് വേണ്ടി, ആ പുറത്തിറങ്ങലില്ലാതിരിക്കാൻ വേണ്ടി കാലിനിക്ക് ചങ്ങലക്കെട്ട്, അടിമയാണല്ലോ, അടിമയുടെ ചങ്ങലക്കെട്ട് അന്നത്തെ കാലത്ത് മോശമല്ല, കാരണം ചങ്ങലക്കെട്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ വീട്ടിലിരുത്തും. എന്നിട്ട് ഖുർആനെയും അതിൻ്റെ തഫ്സീറുകളും ഹദീസുകളും പഠിപ്പിച്ചു കൊടുക്കും. പഠിപ്പിച്ചു കൊടുത്തത് മുഴുവനും പഠിപ്പിച്ചതിൻ്റെ ശേഷമേ കാല് കഴിച്ചു കൊടുക്കുള്ളൂ. അങ്ങനെ കെട്ടിട്ട് പഠിപ്പിച്ചതാണ് ഇബ്നു അബ്ബാസ് തങ്ങൾ. അതാ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത്, ഞാൻ എൻ്റെ ഇൽമുകൾ മുഴുവനും ഇക്രിമക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അത് ഇക്രിമ പറഞ്ഞാൽ നിങ്ങൾ വാസ്തവാക്കിക്കൊള്ളണ്ടേ. ഇബ്നു അബ്ബാസ് തങ്ങളുടെ അടുക്കൽ വലിയ തിരക്കായിരുന്നല്ലോ. ഇബ്നു അബ്ബാസ് തങ്ങളുടെ സരസിൽ വലിയ തിരക്കാണ്. അങ്ങനെ മണലെറിഞ്ഞാൽ ഒരൊറ്റ തരി പോലും നിലത്ത് വീഴൂല. അത് ജനങ്ങളുടെ തിരക്ക് കാരണം ആളുകളുടെ തലയിലെ ശരീരത്തിലേ വീഴുള്ളൂ. അത്രത്തോളം ജനനിബിഡമായിരുന്നു പഠിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങളുടെ അടുക്കലേക്ക്. അവരുടെ അടുക്കലേക്ക് ഫത്വക്ക് വന്നാൽ ഇബ്നു അബ്ബാസ് തങ്ങളുടെ ഉള്ളിലുണ്ടാകും. ആ ഫത്വ അല്ല, ഇബ്നു അബ്ബാസ് ഇക്രിമ ചോദിച്ചു, എന്താ നിങ്ങൾ വന്നത്? ഞാൻ ഇന്ന കാര്യം ചോദിക്കാൻ, അതിൻ്റെ മറുപടി ഇന്നതാണ് എന്ന് ഇക്രിമ റളിയല്ലാഹു പുറത്തുനിന്ന് ഫത്വ കൊടുത്ത് വിടല ഇബ്നു അബ്ബാസ് തങ്ങളുടെ ഉള്ളിലുണ്ടാവുമ്പോൾ അത് ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് തൃപ്തിയുമായിരുന്നു. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നീ പോയി ജനങ്ങൾക്ക് ഫത്വ കൊടുത്തോ, എൻ്റെ സഹായം നിനക്ക് എപ്പോഴും ഉണ്ടാകും. നീ ഫത്വ കൊടുത്തോ, എൻ്റെ സഹായം നിനക്ക് എല്ലാ സമയത്തും ഉണ്ടായിരിക്കും. ഇങ്ങനെ ഇബ്നു അബ്ബാസ് തങ്ങൾ ഫത്വ കൊടുക്കാൻ വേണ്ടി അനുമതി നൽകി. അങ്ങനെ ഫത്വ കൊടുത്തിരുന്ന പഠിച്ചിരുന്ന ആളാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ബുഖാരി ഹദീസ് റിപ്പോർട്ട് ചെയ്തില്ലേ? ബുഖാരിയിൽ 100-ൽ പരം ഹദീസുകൾ ഇമാം ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് ഇക്രിമ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതായിട്ട് ബുഖാരിയിലുണ്ട്. 100-ൽ കൂടുതൽ ഹദീസ് ഉണ്ട്. അതുപോലെ ശിഹാബ് സിത്തൻ്റെ മഹാന്മാർ എല്ലാവരും അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യാത്ത ആളുകൾ വളരെ കുറവാണ്.
ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, അബൂദാവൂദ്, നസായി, തുർമുദി, അഹ്മദ് ബിൻ ഹംബൽ, ഇസ്ഹാഖ് ബിൻ റാഹവഹി, യഹ്യ ബിൻ മഈൻ, അബൂ സൗർ, ഇങ്ങനെയുള്ള മഹാന്മാർ അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കിതാബ് ഉണ്ടാക്കിയ മഹാന്മാർ അവരുടെ ശിഷ്യന്മാരായിട്ട് ഞാൻ പറഞ്ഞു 70-ൽ പരം അജില്ലത്തുൽ താബിഈങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുവത്തയിൽ അവരെ തൊട്ട് നേരിട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ കയ്യിലുള്ള മുവത്തയിൽ ഞാൻ പരിശോധിച്ച് നോക്കുമ്പം ഇക്രിമ ഇബ്നു അബ്ബാസ് ഹദീസുകളെ കാണുന്നുണ്ട്. മുവത്ത അല്ലാത്ത കിതാബുകളിൽ ധാരാളം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇക്രിമ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഞാനിത് ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ പറ്റി കൂടുതൽ പറയാനുള്ള കാരണം, ഇന്ന് കുറേ ആഗോള പണ്ഡിതന്മാർ, ഭൂലോക പണ്ഡിതന്മാരുണ്ട്, കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ പണി എന്താ? ഇസ്ലാമിലെ മുഹദ്ദിസീങ്ങളായ മഹാന്മാരെ തള്ളുക, അവരെ സംബന്ധിച്ച് പല തോന്നിയാസും പറയാ. അങ്ങനെ ആ തോന്നിവാസം ധാരാളം പറയപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട ഇക്രിമ റളിയല്ലാഹു അൻഹു. ഒരു ഹംക്ക് ഭൂലോക പണ്ഡിതനായ പേരിൽ അവൻ്റെ ചാനലില് ധാരാളം പൊട്ടത്തരങ്ങൾ ഇക്രിമ റളിയല്ലാഹുവിനെ പറ്റി കുറേ കള്ള സനദുകൾ ഉണ്ടാക്കിയിട്ട് ആ സനദ് ഒന്നിനും അസരില്ല. അങ്ങനെയുള്ള കള്ള സനദുകൾ ഉണ്ടാക്കിയിട്ട് ഇക്രിമ മോശക്കാരനാണ് എന്ന് പറയുന്നുണ്ട്. ഖവാരിജിയാണ്. ഖവാരിജിയാക്കളോട് പടപെട്ടിയ ആളാണ് ഇബ്നു അബ്ബാസ്. ആ ഇബ്നു അബ്ബാസുമായി പഠിപ്പിച്ച് വിട്ട മഹാനാണ് ഇക്രിമ. എന്നിട്ട് ഇക്രിമ ഉള്ളവരെ പറ്റി പറയാണ് ഇക്രിമ ഖവാരിജിയാണ്, ഇബ്നു അബ്ബാസും ഖവാരിജിയാണ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഓന് ഈ പറഞ്ഞവൻ അറിഞ്ഞിട്ടോ അറിയാതെ ജനങ്ങൾ ഓനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഓൻ്റെ ആ ലേഖനത്തിൻ്റെ ബാക്കിൽ ഓൻ എഴുതി കൊടുത്തിരിക്കുകയാണ്. ഇദാ ശിഅ്ത അൻ തർളാ ലിനഫ്സിക മദ്ഹബാ ينجيك يوم النشر من لهب النار فدع عنك قول الشافعي ومالك وأحمد والمروي عن كعب بن حبار. കിയാമത്ത് നാളിൽ യൗമുൽ ഹശ്റിൽ നരകത്തിൻ്റെ തീനാളത്തെ തൊട്ട് രക്ഷപ്പെടുന്ന ഒരു മദ്ഹബ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷാഫി ഇമാമിൻ്റെ കൗലും മാലിക് ഇമാമിൻ്റെ കൗലും അഹ്മദ് ഹംബലിൻ്റെ കൗലും കഅബുൽ അഹ്ബാറിനോട് റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളും മദ്ഹബിൻ്റെ ഇമാമിങ്ങളെ ഒക്കെ തള്ളിക്കാളാ. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആക്കൾ സോക്കടാണ്, ഓൻ ഭൂലോക പണ്ഡിതനല്ലാതെ മനസ്സിലായി. അങ്ങനെയുള്ള പലരും ഇന്ന് ഇതിനായിട്ടൊരു വിങ്ങിറങ്ങിയിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇമാമീങ്ങളുടെ ബുഖാരി സഹിയായ കിതാബാണ്, വലിയ കിതാബാണെന്നൊക്കെ അടുപ്പ് പറയും. എന്നിട്ട് പറയും ബുഖാരിയിൽ കുറേ ലൈഫുണ്ട്, ഇക്രീം റിപ്പോർട്ട് ചെയ്ത ഹദീസില്ലേ എന്നറിയും. ഇക്രീം മോശക്കാരനല്ലേ, അത് പറഞ്ഞ് പരസ്യമാണ്. ഇക്രീമിൻ്റെ പവർ പറയണമെങ്കിൽ ഇക്രീമിനെ സംബന്ധിച്ച് പറയുന്ന മഹാന്മാർ പറഞ്ഞത് കാണണം. സിയറു അഅ്ലാമുൻ പല എടുത്ത് നോക്ക്. അതുപോലെ സനദ് കൊണ്ട് അവർ സനദ് പറയുന്നത് കാണണം. സിയറു അഅ്ലാമുൻ നുബലായിൽ തന്നെ അവസാനം അവരെ തൊട്ടുദ്ധരിക്കപ്പെട്ട വേണ്ടാത്തരങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷെ അത് മുഴുവനും ലഈഫായ ആളുകളാണ്. ഇബ്നു ലഹീഅനെ പോലെയുള്ള തള്ളപ്പെട്ട ആളുകളെ തൊട്ടുദ്ധരിക്കപ്പെട്ട ഹദീസുകളാണ്. വളരെ ശ്രദ്ധിച്ച് കാര്യം മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഇമാം ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സിയറു അഅ്ലാമുൻ നുബലായിൽ നോക്കിക്കാണാ കാന അഅ്ലമുത്താബിഈന അർബഅ, താബീങ്ങളിൽ വെച്ച് ഏറ്റവും അറിവുള്ളവർ 4 അത്താ ഇബ്നു അബീ റബാഹ് അഅ്ലമുഹും ബിൽ മനാസികി, ഹജ്ജിൻ്റെ അമലുകളെ കൊണ്ട് കൂടുതൽ അറിയുന്ന താബിഈ അത്താ ഇബ്നു അബീ റബാഹാണ്. കാന സഈദ് ഇബ്നു ജുബൈറിൻ അഅ്ലമുഹും ബിത്തഫ്സീർ, സഈദ് ഇബ്നു ജുബൈർ അവരിൽ വെച്ച് തഫ്സീർ കൊണ്ട് ഏറ്റവും അറിയുന്നവരാണ്. ഇക്രിമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറ കൊണ്ട് ഏറ്റവും അറിയുന്നവരാണ്. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ഹലാൽ ഹറാം കൊണ്ട് അറിയുന്നവരാണ്. അത് ഖത്താദൻ്റെ ഒരു വീക്ഷണാണ്.
എന്നാൽ വേറെ കുറേ ആളുകൾ പറഞ്ഞത് തഫ്സീർ കൊണ്ട് ഏറ്റവും അറിയുന്ന ആൾ ഇക്രിമ റളിയല്ലാഹു അൻഹു ആണ്. സിഹറ കൊണ്ട് പറഞ്ഞു ഇബ്നു അബ്ബാസിൻ്റെ അറിവുകൾ, ഇബ്നു അബ്ബാസിൻ്റെ അറിവ് ഇബ്നു അബ്ബാസ് എഴുതി വെച്ചിട്ടില്ല, അത് മുഴുവനും ഇക്രിമ റളിയല്ലാഹു അൻഹു കയറ്റിക്കാണ്. അതുകൊണ്ട് ഇബ്നു അബ്ബാസിൻ്റെ ശേഷം അവരുടെ പേര് ഇക്രിമ റളിയല്ലാഹു അൻഹു കിട്ടിയത്. ഹിബ്റുൽ ഉമ്മ, ബഹറുൽ ഉമ്മ എന്നെല്ലാം പേരിട്ടത് അതുകൊണ്ടാണ്. അപ്പം അത്രയും വലിയവരാണ്. ശിഹാബു സിത്തൻ്റെ മഹത്തുക്കളെല്ലാം അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1ഉം 2ഉം വട്ടമല്ല, 100 കണക്കിന് പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ചൊന്നും ആരും ഒരു വേണ്ടാത്തരം ചിന്തിച്ചു പോവും ചെയ്യരുത്. ചിന്തിച്ചവരുടെ ഈമാൻ, ആഖിറം, അവരുടെ ഖവാതീം ഭയപ്പെടേണ്ടി വരും. ഇക്രിമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ടാണ്. ഇബ്നു അബ്ബാസിനെ പറ്റി പറയേണ്ടതില്ല, സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത് കൊടുത്തവരാണ് പലവട്ടം. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹസിലെല്ലാം അവർ ചെറിയ കുട്ടിയാണ്, ചെറിയവരാണ്, പക്ഷേ വല്ലാതെ അടുപ്പിക്കലുണ്ട്. മുമ്പ് നമ്മൾ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനെ സംബന്ധിച്ച്. കാലാ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ലമ്മനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ കൂട്ടിപ്പിടിച്ചു. വഖാല, എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്, അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ് എന്ന് പറഞ്ഞു.